എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്ന് റിലീസ് എനിക്കുണ്ടായത്. അത് 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 അവർ മാത്രമല്ല, ഞാൻ കാണാത്ത എനിക്കറിയാത്ത ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ആ ദിവസം അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നറിയായിരുന്നു, ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്നറിയായിരുന്നു. അല്ലാതെ ഇത് ശരിക്കും നമുക്കിത് ഇങ്ങനെ പെട്ടെന്ന് വരുന്നൊരു പ്രതീക്ഷ ഒരിക്കലും ഇല്ലായിരുന്നു. അങ്ങനെ നടന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അവർ നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നു. അവർ കപ്പൽ പിടിച്ചെടുത്തവർ അവർ പിടിച്ചെടുത്തെന്ന് പറഞ്ഞാലും അവർ ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ അവർ ഇടപെടുന്ന ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. മെസ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാം, പാകം ചെയ്യാം. പിന്നെ അവർ വിളിച്ചു പറയും, ആ സമയത്ത് ചെന്ന് കഴിക്കുക, തിരിച്ച് ക്യാബിനിലേക്ക് ചെല്ലുക. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ആരെയും അവർക്ക് അങ്ങനെ ക്രൂവിനെ ഉപദ്രവിക്കണം ആ ഒരു ഇതൊന്നുമില്ലായിരുന്നു. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആൾക്കാരെ ഒന്നും ചെയ്യണമെന്ന് അവർക്കില്ല. മലയാളികൾ ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാർ അവിടെ 16 പേരും ബാക്കി. അവർക്ക് അവരെ ഇപ്പോൾ ഇന്നലെ കൗൺസിലേറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ അവരൊരു റിലീസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും മറ്റു രാജ്യക്കാരുടെ ആയാലും റിലീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഒരു പെൺകൊച്ചെന്നുള്ളതിന് ഉണ്ടായിരിക്കാം. ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെൺകൊച്ചായിട്ട്. അവിടെ 25 പേരിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പൊ ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാളികളിലും ഇവിടെ 25 പേരിലും ഞാൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തടവിൽ നിന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അവിടെ അവരുടെ കൂടെയാണ് 24 പേര്. ഇപ്പോൾ ആങ്കറേജിലാണ് കിടക്കുന്നത് കപ്പൽ. തിരിച്ചു പോകും. അത് കാരണം ഞാനിത് ആഗ്രഹിച്ചെടുത്തൊരു മേഖലയാണ്. ഇതെൻ്റെ ആദ്യത്തെ കപ്പലാണ്. ഞാനൊരു 9 മാസം മുമ്പ് ഞാൻ കയറിയിട്ടേ ഉള്ളൂ. പക്ഷേ 3 വർഷം പഠിച്ചതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചെടുത്തൊരു കോഴ്സ്. അപ്പോൾ എന്തായാലും ഒരിക്കലും ഉപേക്ഷിക്കില്ല ഈ ഫീൽഡ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. കമ്പനി അവർ ഡീൽ ചെയ്യുന്ന അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണല്ലോ. ഓരോ ഭാഗത്തും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. നല്ലതും കാണും, ചള്ളും കാണും. ഉണ്ട്. കാരണം അവരുടെ ഭാഗത്ത് ഈ ഇറാൻ അവരുടെ അധികാരികളാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവർ നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട്. അവർ ഇല്ല, അതൊരു പല കാരണങ്ങളാണ് പറയുന്നത്. ഇല്ല, പൊളിറ്റിക്കൽ കോസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ റീസൺ മാത്രമല്ല. ആദ്യം അവർ സമുദ്രാതിർത്തി ലംഘിച്ചെന്ന് പറഞ്ഞു. പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നു. അങ്ങനെ പലതും പറയുന്നുണ്ട്. പല കാര്യങ്ങളും ഭയം അത് ആദ്യം അവരെ കണ്ട സമയത്ത് പേടിച്ചായിരുന്നു. സത്യമായിട്ടും പേടിച്ചായിരുന്നു. ഉണ്ടായിരുന്നു. അത് ആദ്യ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം അവർ വീട്ടിലേക്ക് വിളിക്കാനും നെറ്റൊക്കെ ആണെങ്കിലും ഇൻ്റർനെറ്റ് സൗകര്യമാണെങ്കിലും എല്ലാം അധികം നേരത്തേക്കല്ല എങ്കിലും വീട്ടിലേക്ക് വിളിക്കാൻ, എല്ലാവരെയും സംസാരിക്കാൻ, സുഖമായിട്ടിരിക്കുന്നെന്ന് പറയാൻ ഒരു സാഹചര്യം.